ശരിക്കും പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഡയറക്റ്റ് ചെയ്യണമെന്ന് അറിയുമ്പോഴത്തേക്കും മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ല. ഹലോ, എന്താ നിങ്ങൾ ആരും എഴുന്നേക്കാതിരിക്കുന്നത്? സംവിധായകൻ വന്ന എല്ലാവരും ബഹുമാനത്തോടു കൂടി എഴുന്നേറ്റ് നിൽക്കണം. ആ എഴുന്നേക്കൂ. ഓക്കെ ഫൈൻ, ഇനി ഇരുന്നോളൂ. സർ പ്ലീസ് സിറ്റ് ഹിയർ. താങ്ക്യൂ. പോലീസ് അസോസിയേഷന്റെ ആഘോഷത്തിന് എല്ലാ നാടകങ്ങളും സംവിധാനം ചെയ്യുന്ന മിസ്റ്റർ രാജേഷ് കന്യായിരിക്കും എന്റെ സഹായം. ഓക്കെ, മാന്യ പ്രേക്ഷകർക്ക് എന്റെ വിനീതമായ കൂപ്പുകൈ. ആദ്യം ഞാൻ ഈ നാടകത്തിന്റെ കഥയെക്കുറിച്ച് നിങ്ങളോടൊന്ന് ബ്രീഫ് ചെയ്യാം. മട്ടം പോരെ മിസ്റ്റർ രാജേഷ്, ഞാൻ കഥ ചുരുക്കി പറയാന്നാണ് പറഞ്ഞത്. ബി ഡീസന്റ്, ഓക്കെ? അതായത് എന്താ സുലു? സി ഓ, ആശാനായിരുന്നോ ഉള്ളിഞ്ഞു നോക്കിയത്? ഡയറക്ടർ മാഡം, ഇയാൾ നമ്മുടെ കഥ ചൂണ്ടിയെടുക്കാൻ വന്നതാ. ഹലോ നേതാവേ, ആണുങ്ങൾക്ക് ഇവിടെ എന്താ കാര്യം? അക്കച്ചി ഉണ്ടായിരുന്നു ഇവിടെ. പൊടലുട്ടാപ്പി. തൊപ്പിയൊക്കെ വെച്ചോണ്ട് ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. ഹലോ മിസ്റ്റർ, ഞങ്ങളുടെ റിഹേഴ്സൽ ക്യാമ്പിൽ താങ്കൾക്ക് എന്താണ് കാര്യം? നിങ്ങൾക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇറങ്ങിപ്പോണം മിസ്റ്റർ. ഞാൻ വേണേ സ്റ്റേഷനിൽ വിളിച്ച് പറയാം. അതൊന്നും വേണ്ട മിസ്റ്റർ രാജേഷ്. ചേട്ടൻ എന്താണെങ്കിലും ഇവിടെ വരെ വന്നതല്ലേ. ചേട്ടാ പ്ലീസ് കുറച്ചു നേരം ഇരിക്കൂ. ഇരിക്കുന്നേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിട്ടിരിക്കുന്നോ? രാവിലെ കാപ്പിയൊക്കെ കുടിച്ചോ? എന്തായിരുന്നു കഴിക്കാൻ? ഉപ്പുമാവായിരുന്നു. ഉച്ചയ്ക്ക് ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം അറേഞ്ച് ചെയ്യും കേട്ടോ. ചിക്കൻ വേണോ മട്ടൺ വേണോ? അത് സ്പെഷ്യൽ ആയിട്ട്. അപ്പൊ കൊടുക്കാല്ലേ? മതി 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 മതി, എല്ലാരും മറിക്കെ മറിക്കെ മറിക്കെ. ഈശ്വര, പാണ്ടിലോറി ഏറിയ തവളെ പോലെയായി. ശരിയാവുന്നില്ല. എന്ത് വില കൊടുത്താലും അവളുമാരുടെ അഹങ്കാരം സമ്മതിച്ചു കൊടുക്കരുത് ബാലപ്പ. നമ്മൾ നാടകം എടുത്തില്ലെങ്കിലും അവളുമാരുടെ നാടകം പൊളിച്ചെടുക്കണം. അതെ, ഞാൻ ഒരു കാര്യം ചെയ്യാം. അവിടെ നുഴഞ്ഞു കയറി അവരുടെ നാടകം ചൂണ്ടിക്കൊണ്ടുവന്ന് നമുക്കൊന്ന് അവതരിപ്പിച്ചാലോ? എവിടെ? ഞാന് റിഹേഴ്സൽ കാണാൻ വേണ്ടിട്ട് അങ്ങോട്ട് ചെന്നതാ. എന്നെ കണ്ടത് ആ പെണ്ണുങ്ങളെല്ലാം കൊണ്ട് ചന്ദ്രഹാസം മുഴക്കി ഇങ്ങോട്ട് വന്നില്ല. ചട്ടുമായിട്ട് ചന്ദ്രമതിയും ബാച്ചും അടിച്ച് തറ പറ്റിച്ചതാണ് നമ്മൾ അറിഞ്ഞത് കേട്ടാ. പിന്നെ അല്ല, ഇവന്റെ കാര്യം എന്തായി? വല്ലതും നടക്കുവോ? എവിടെ? ഒരു കലാമുകുളം വളർന്നോട്ടെന്ന് വിചാരിച്ചല്ലേ ഞാനൊന്നും മിണ്ടാത്തത്. ആന്നോ? ഏതുവരെ ആയടാ നിന്റെ എഴുത്ത്? എന്താ പേപ്പർ തീർന്നു. 5-6 ഷീറ്റ് പേപ്പറോടെ വാങ്ങണം. ഒരു 500 പേപ്പർ ഞാൻ രാവിലെ മേടിച്ചു തന്നല്ലേ. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. കുറച്ച് പേപ്പറോടെ കൊണ്ടുപോവാ പെട്ടെന്ന്. ആണോ? നീ ഇസ്തിരിയുടെ നല്ല മിടുക്കനല്ലേ? അല്ല, ഇതൊക്കെ അയൺ ബോക്സ് കൊണ്ട് ഇസ്തിരി ഇട്ട് നല്ല നൂത്തങ്ങ് എടുത്താൽ മതി കേട്ടാ. എല്ലാം ചുളുക്കി വെച്ചിരിക്കുകയാണ്. ചൂടിട്ടങ്ങ് തേച്ചാ മതി കേട്ടാ. എല്ലാം ഒളിച്ചു വെച്ചിരിക്കുകയാണ്. ചൂടിട്ടങ്ങ് തേച്ചാ മതി കേട്ടാ. പിന്നെ എനിക്കൊരു ഐഡിയ ഇപ്പൊ തോന്നുന്നു. എന്താ ഐഡിയ? നീ വേഷം മാറി അവരുടെ റിഹേഴ്സൽ ക്യാമ്പിലേക്ക് നുഴഞ്ഞു കയറണം. എന്നിട്ട് അവരുടെ ആ കഥയുണ്ടല്ലോ, നമുക്ക് ചൂണ്ടി മാറ്റണം. എന്റെ ആശാൻ, അത് പെണ്ണുങ്ങൾക്ക് വേണ്ടി പെണ്ണുങ്ങൾ അഭിനയിക്കുന്ന പെണ്ണുങ്ങളെ നാടകമല്ലേ? ഈയിടെ അത് ആണുങ്ങൾക്ക് വേണ്ടി ആണുങ്ങൾ അഭിനയിക്കുന്ന നാടകമാക്കി ഞാൻ മാറ്റിക്കൊള്ളാം. എന്നിട്ട് ഈ പറഞ്ഞ കാര്യം നിന്നെ കൊണ്ട് നടക്കുവോ? ആശാന് വേണ്ടി, നമ്മുടെ ഈ കോളനിക്ക് വേണ്ടി ഈ പറഞ്ഞ കാര്യം ബാലപ്പ നടത്തിയിരിക്കും. ആണോ? ഓഹോ. ഒരു നിമിഷം. എസ്.ഐ. രാജേഷ് ഖന്നയല്ലേ? ആണെങ്കിൽ ഒരു മിനിറ്റ് ഒന്ന് വരൂ. എന്താടോ? പോലീസ് അസോസിയേഷന് വേണ്ടി നിങ്ങൾ കഴിഞ്ഞ തവണ അവതരിപ്പിച്ച നാടകം
കുച്ചുപ്പടി, കുമ്പലാക്ഷി എന്നിവയെല്ലാം ഞാൻ കണ്ടിരുന്നു. ശ്ശോ, അപ്പൊ തിരുവാതിര കളി കണ്ടില്ലേ? ഇല്ല, കാണാൻ പറ്റില്ല. എന്നാ ഇപ്പൊ കണ്ടോ? കോമളാങ്കിമാരെ വരുവിൻ തിരുവാതിര ചിന്തുകൾ അതെ, പാടി. നന്നായിട്ടുണ്ട്. നല്ലൊരു ഭാവിയുണ്ട്. ഐജിയളിയൻ നിങ്ങളെ കുറിച്ച് എപ്പോഴും പറയുമായിരുന്നു. ഏത് അജിയളിയൻ? അജിയളിയനല്ല, IG അളിയൻ. താങ്കൾ സ്റ്റേഷനിൽ നിന്ന് ഇതുവഴി മടങ്ങി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇപ്പോൾ അങ്ങോട്ട് പോകുന്നു? ഓണത്തിന് സ്ത്രീകളെല്ലാരും കൂടി നാടകം അവതരിപ്പിക്കുന്നുണ്ട്. ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് ഞാനാ. ഓക്കെ, ഞാൻ കാക്കിക്കുള്ളിലെ കലാകാരന്മാരെ കുറിച്ച് ആനിമൽ പ്ലാനറ്റിന് വേണ്ടി ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കുന്നു. ഈശ്വര, ഈ കാക്കിക്കുള്ളിൽ ഒരുപാട് കലകളുണ്ട്. അതല്ല ഞാൻ വലിച്ചു വരി പുറത്തിടും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി സംസാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്യാമ്പിലേക്ക് പോവാം. പോലീസ് ക്യാമ്പിലേക്കാ? പോലീസ് ക്യാമ്പിലേക്കല്ല, റിഹേഴ്സൽ ക്യാമ്പിലേക്ക്. ഓക്കെ ഓക്കെ, കേറിക്കോളൂ. നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. ഓക്കെ, കേറിക്കോളൂ. കേറിക്കോളൂ. അല്ല, താങ്കൾ കേറിക്കോളൂ. നിങ്ങൾ കേറോ? അല്ല, താങ്കൾ കേറിട്ട് ഞാൻ കേറും. കേറുന്നേ. പിടിച്ചല്ലേ? അപ്പോ നമുക്ക് തുടങ്ങാം. ഓക്കെ, ആക്ച്വലി ഇത് ലാലി എന്ന മുനിസിപ്പൽ ചെയർമാന്റെ കഥയാണ്. ഓക്കെ, ലാലിയുടെ ഭരണത്തിൽ പട്ടണത്തിലെ ജനങ്ങൾ എല്ലാവരും സന്തുഷ്ടരായിരുന്നു. കള്ളവും ചതിയുമില്ലാത്ത നല്ല ഒരു ഭരണം. പൊളിവചനങ്ങളാണെങ്കിലോ എള്ളോളം പോലുമില്ല. ലാലിയുടെ ഭരണം MLA ഭുവനചന്ദ്രന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താണ്? ലാലിയുടെ ഭരണം അത്രയ്ക്ക് നല്ലതായിരുന്നു. എല്ലാവർക്കും ലാലിയെ മാത്രം മതി. ലാലിയുടെ പേര് 14 ലോകങ്ങളിലും പ്രശസ്തമായി. MLA ഭുവനചന്ദ്രന് ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. MLA ഭുവനേന്ദ്രനെ നമ്മൾ ഈ നാടകത്തിൽ കാണിക്കുന്നുണ്ടോ? ഇല്ല, അയാളുടെ വോയിസ് മാത്രമേ നമ്മൾ കേൾപ്പിക്കുന്നുള്ളൂ. ഓക്കെ, സിറ്റ്. അങ്ങനെ ഭുവനചന്ദ്രന് ഇരിക്കപ്പൊറുതിയില്ലാതെ മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തിൽ നിന്നും ലാലിയെ പുറത്താക്കിയില്ലെങ്കിൽ തന്റെ സ്ഥാനം നാളെ അവതാളത്തിലാകുമല്ലോ. ഒടുവിൽ ഭുവനചന്ദ്രൻ CM-നെ കണ്ട് പരാതി നൽകുന്നു. CM MLA-യുടെ ആളാണ്. ഓക്കെ, ചെയർമാനെ പുറത്താക്കാൻ ഇരുവരും ചേർന്ന് ഒരു പദ്ധതി ആലോചിക്കുന്നു. അങ്ങനെ അവസാനം എന്തായി? ലാലി ചെയർമാനെ കള്ളക്കേസിൽ കുടുക്കി പുറത്താക്കുക. അതിനുവേണ്ടി ഒരു ദൗത്യം ഭാമയെ ഏർപ്പെടുത്തി. എന്നിട്ട് അങ്ങനെ ഭാമ ദൗത്യവും ഏറ്റെടുത്ത് മുനിസിപ്പാലിറ്റിയിലേക്ക് പോകുന്നു. ലാലി ചോദിക്കുന്നത് എന്തും കൊടുക്കുന്ന ആളാണെന്ന് അറിയാവുന്ന ഭാമ ലാലിയുടെ മുമ്പിൽ വേഷം മാറി വന്ന് വിചിത്രമായ ഒരു കാര്യം ചോദിച്ചു. എന്താണ് ആ കാര്യം? അത് പിന്നെ പറഞ്ഞാലല്ലേ അറിയാൻ പറ്റൂ. പറയാം. താൻ തല്ല് കിട്ടാതെ വളർന്നതുകൊണ്ട് സ്വഭാവം വഷളാവാൻ സാധ്യതയുണ്ട്. അതിനാൽ 3 അടി വേണമെന്ന് ഭാമ ലാലിയോട് ആവശ്യപ്പെടുന്നു. ചോദിക്കുന്നത് എന്തും കൊടുക്കുന്ന ആളാണല്ലോ ലാലി. ലാലി ഭാമയുടെ ചെകിട്ടത്ത് 3 അടി നൽകുന്നു. ടപ്പേ, ടപ്പേ, ടപ്പേ. അപ്പോൾ തന്നെ തല്ലി എന്ന് പറഞ്ഞ് ഭാമ പോലീസിൽ കംപ്ലൈന്റ് നൽകുന്നു. ലാലിയെ പോലീസ് ജയിലിൽ അടയ്ക്കുന്നു. ജയിലിലേക്ക് പോകും മുമ്പ് ലാലി പോലീസിനോട് പറഞ്ഞു, എല്ലാ കർക്കിടകത്തിലും എനിക്ക് പരോൾ അനുവദിക്കണം. ജയിലിൽ നിന്നും ഇറങ്ങിയ ലാലി മുനിസിപ്പാലിറ്റിയിലെ തന്റെ എല്ലാ കൂട്ടുകാരെയും കാണാൻ വേണ്ടി എല്ലാ കർക്കിടകത്തിലും തന്റെ സ്വന്തം മുനിസിപ്പാലിറ്റിയിൽ എത്തിച്ചേർന്നു. എങ്ങനുണ്ട്? ഈ കഥ മുമ്പ് എവിടെയോ കേട്ടിട്ടുള്ളത് പോലെ തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത്. നല്ല കഥ. മിക്കവാറും ലാലിയുടെ ക്യാരക്ടർ ഞാൻ ചെയ്താലേ ശരിയാവൂ. അത് ഞാൻ ചെയ്താലേ ശരിയാവൂ. എങ്ങനെയുണ്ട് സാറിന്റെ രചന? ഞാൻ സംവിധാനം ചെയ്യുമ്പോൾ ഇത് അതിഭയങ്കരമായിരിക്കും. ഡയറക്ടർ നിങ്ങളാണല്ലേ? ഡയറക്ടർ അപ്പൊ ആണുങ്ങള് ഡയറക്ടർ ആകുമ്പോ പെണ്ണുങ്ങൾ ഡയറക്ടർ ആയിരിക്കുമല്ലോ. സത്യം പറ. സത്യം. ആരാ നിങ്ങള്? ഒരു നിമിഷം. ഞാൻ പുതിയ ഐഡിയ ആയിരുന്നു. അത് അവന്മാര് ചൂണ്ടിക്കൊണ്ട് പോയില്ലേ? സാറാ ഇവിടെ കൊണ്ടുവന്നത്. ഏത് സാറാ? SI സാറിലെ അയാൾ എവിടെ കൊണ്ടുവന്നത്? ഈശ്വരനാണ്.
ചോറ്റാനിക്കൊരു ദേവിയാണ് സത്യം. ഞാൻ അറിഞ്ഞിരുന്നില്ല അത് ബാലപ്പനായിരിക്കും. അയ്യോ എന്നോട് ചെയ്യല്ലേ. ശ്ശേ, കണ്ടില്ലേ? വീട്ടിലോട്ട് വരട്ടെ, ശരിയാക്കി കൊടുക്കാം. വലിയ പോലീസുകാരനാണെന്നും പറഞ്ഞ് നടക്കുക. 2 ചെവി ഞാൻ പൊന്നാക്കി കൊടുക്കും. ഈ പെണ്ണുങ്ങളുടെ കഥാപാത്രം അല്ല ആണുങ്ങളുടെ കഥാപാത്രമാക്കി മാറ്റി, എന്നിട്ട് ഇത് രാജാവിന്റെ കഥയാക്കി രൂപാന്തരപ്പെടുത്തിയെടുക്കും. അത് തന്നെ. അപ്പൊ ഒരുത്തികളും പറയില്ല ഇത് അടിച്ചു മാറ്റി എടുത്തതാണെന്നുള്ളത്. ആശാനെ, അങ്ങനെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. പിന്നെ ആശാനെ, എന്റെ ഭാവന കുറെ കാര്യങ്ങൾ ഞാനും പറഞ്ഞു കൊടുത്തു. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ബാലപന്തി എഴുതിയെടുത്തോളം വായിക്കാം കേട്ടോ. പണ്ട് ബലരാമപുരം രാജ്യത്ത് മഹാധർമ്മിഷ്ഠനും ദാനശീലനുമായ ഒരു മഹാരാജാവ് ഉണ്ടായിരുന്നു. ഈ മഹാരാജാവ് തൻ്റെ പ്രജകളുടെ ഉന്നമനത്തിനായി അഹോരാത്രം പ്രവർത്തിച്ചു. ഈ മഹാരാജാവിൻ്റെ പേര് സുനുക്കുട്ടൻ എന്നായിരുന്നു. സുനുക്കുട്ട മഹാരാജാവ് സിനുരാജ്, സിന്ധുരാജ്, സെൽവരാജ് തുടങ്ങിയ രാജാക്കന്മാരെല്ലാം അവിടെ ചേർന്ന് പുതിയൊരു രാജ്യം ഉണ്ടാക്കി. അതാണ് സെൽവരാജ്. ഈ വാമന തമ്പുരാന്റെ മുന്നിൽ മാവേലി തമ്പുരാൻ തലകുനിച്ചു എന്ന് മാത്രമല്ല, വാമനന്റെ മുന്നിൽ മാവേലി തമ്പുരാനും തലകുനിച്ചു. അങ്ങനെ എല്ലാ വർഷവും തന്റെ പ്രജകളെ വന്ന് കാണാൻ വാമനൻ മാവേലി തമ്പുരാന് അനുവാദം കൊടുത്തു. ഇത് നമ്മുടെ മഹാബലി തമ്പുരാന്റെ കഥയില്ലയോ? സത്യം പറഞ്ഞ ഇത് വായിച്ചപ്പോഴല്ലേ എനിക്കും അങ്ങനെ തോന്നി കേട്ടാ. എനിക്കും തോന്നി. ഇത്രയും നല്ലൊരു കഥ നമ്മുടെ ഉണ്ടായിട്ടാണോ വല്ലവരുടെയും കഥ ചൂണ്ടാൻ നടന്നത്? മലയാളികൾ എത്ര കേട്ടാലും മടുക്കാത്ത ഈ കഥ മതി നമ്മുടെ ഓണാഘോഷം. ആണല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ നാടകം നമുക്ക് എല്ലാവർക്കും കൂടി അവതരിപ്പിക്കാം. ആയിക്കോട്ടെ. മാവേലി നാട് വാണിയുടെ കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെയാണെന്നാണല്ലോ പാട്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, സ്ത്രീകളെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഈ നാടകം അവതരിപ്പിക്കാം. നമുക്ക് അങ്ങോട്ട് പോകാം. എല്ലാരും വന്നല്ലോ. നാടകം നമുക്ക് ഒരുമിച്ച് നടത്താം. അതെ അതെ. ഓണം എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു ആഘോഷം. ജാതി മത വിദ്വേഷമില്ലാതെ ഒരു കുടുംബം പോലെ നമുക്ക് ഈ ഓണം ആഘോഷിക്കാം. ആഹാ. 2006 ONM ഓണം. ഹലോ ഹലോ. ഓമൻ 2060. വാട്ട് ഈസ് ദിസ്? എന്താ ഇത്? ഓണം 2006. എടോ ഇത് മൊത്തം തെറ്റാണ്. ഈ സ്പെല്ലിംഗ് മൊത്തം തെറ്റാ. എവിടെ തെറ്റി? ONAM ആണ് ഓണം. ഓ മാറിപ്പോയല്ലേ? ഓ എല്ലാം മാറിയത്, എം എന്നും എല്ലാം മാറിയിട്ടുണ്ട്. മലയ്ക്ക് ശരിയാക്കേ. ആഹാ, എം. അടിപൊളി. ഇതെന്താ ഇത്? അത് 2060. 2060 ആണിത്. 2006 ആണ്. 2006. വേഗം മാറ്റി വെക്കേ. 2060 ഓണമില്ലേ? ദേ മര്യാദയ്ക്ക് മാറ്റി വെക്കുന്നുണ്ടോ? ഒരു 6 അങ്ങോട്ട് മാറി ചൂടാവുന്ന ഇതാ നടക്കുന്നു. 2006. ഇനി ഇതൊന്ന് വായിച്ചേ. ഓണം 2006. ഇപ്പൊ മനസ്സിലായല്ലോ. നാടകത്തിൽ ഒരുപാട് തെറ്റ് പറ്റില്ലേ? ഇതാര്? ഇതാണോ ബാംഗ്ലൂരിൽ നിന്ന് വന്ന പുതിയ അവതാരം? സുലോചന മാഡം, ഇത് അന്നാമ്മ ചേട്ടത്തി, നമ്മുടെ ചാക്കോ സാറിന്റെ.
ഓ ഹായ് നൈസ് ടു മീറ്റ് യു. പേര് കേട്ടപ്പോ ഞാൻ ഓർത്ത് എന്നെ പോലെ പക്വതയുള്ള ഒരാളായിരിക്കും. അന്നാമ്മ എന്നുള്ള പേര് കേട്ടപ്പോ ഞാനും അങ്ങനെയൊക്കെ തന്നെയാട്ടോ കരുതിയത്. ചാക്കോ ചായനെ ഒരുപാട് ദിവസമല്ലോ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. വരും. അതുവരെ ഓണാഘോഷത്തിന്റെ നിയന്ത്രണം എനിക്കായിരിക്കും. അതൊക്കെ പോട്ടെ, എന്തൊക്കെയാ പരിപാടികൾ? അതൊക്കെ തയ്യാറായി വരുന്നു. അതൊക്കെ തയ്യാറായി വരും എന്നങ്ങനെ ഉഴപ്പിയടിച്ച് പറഞ്ഞാൽ എങ്ങനെയാ? എന്ത് എങ്ങനെയെന്ന് എനിക്കും കൂടെ ഡീറ്റെയിൽ അറിയണം. കുഴപ്പമില്ല, ഇപ്പൊ റെഡിയാവും. അതെ, ഈ വനിതാ ക്ലബിൽ പുരുഷ സാന്നിധ്യം അനുവദിച്ചത് എനിക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല. അതൊക്കെ മാറണം. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവേചനം മാറ്റാൻ വനിതാ ക്ലബ്ബ് എന്നുള്ള കോൺസെപ്റ്റേ മാറണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഈ ഞാൻ. ഈ ജവഹർ കോളനിയിൽ മാറ്റത്തിന്റെ കാറ്റ് വീശിക്കഴിഞ്ഞു. അവസാനം അതൊരു കൊടുങ്കാറ്റായിട്ട് മാറാതിരുന്നാ മതി. ആ, ഈ ജവഹർ കോളനിയിലെ ഓണാഘോഷത്തിന് ഒരു സിനിമാ നടിയെ കൊണ്ടുവന്നാൽ എന്താ? അല്ല, അത് പിന്നെ എനിക്ക് അങ്ങനെ ഒരു ഞാനേ ആ ബാംഗ്ലൂർ കാര്യോടാ ചോദിച്ചത്. ബാംഗ്ലൂർ വരൂ. ഓ, നിങ്ങൾക്ക് ഏത് നടിയാ വേണ്ടത്? നവ്യ, കാവ്യ, ഭാവന, മീര, യു നോ ഓൾ ഓഫ് ദം ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്. എന്നാ അവരാരെങ്കിലും വിളി. അല്ല, അതെ, മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ് അങ്ങനെ ആരെങ്കിലും പോരെ? അതെ. ഓക്കെ, എങ്കിൽ ഞാൻ ലാലേട്ടനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവക്ക് സിനിമാക്കാരും ഒക്കെ ആയിട്ട് വലിയ പരിചയം തോന്നുന്നു. അതെ, ആണോ? ഹലോ ലാലേട്ടാ, ഇത് ഞാനാ സുലോചന സത്യൻ. ജവഹർ കോളനിയിലെ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങള് ലാലേട്ടന്റെ പേരാ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓ മൈ ഗോഡ്, ഡേറ്റ് ഇല്ലേ? ഓക്കേ, താങ്ക് യു. യാ മൈ ഗോഡ്, ലാലേട്ടന് ഒഴിവില്ല. ഇറ്റ്സ് ഓക്കേ, ഞാൻ വേറെ ആരെങ്കിലും അറേഞ്ച് ചെയ്ത് തരാം. അല്ല, അത് മതി. മണി 10:30 കഴിഞ്ഞു. അതിനെന്ത് റിഹേഴ്സൽ കഴിഞ്ഞിട്ട് ഇവിടെ പ്ലാനിങ് നടത്താം. മോഹൻലാൽ പറഞ്ഞ ഇവിടെ റിഹേഴ്സൽ ചെയ്യാൻ ആരെയും കാണുന്നില്ലല്ലോ ഇവിടെ. ചുമ്മാ നമുക്ക് റിഹേഴ്സൽ നോക്കണ്ടേ? എന്താ ഇത്? എൻജോയ് ചെയ്ത് ആ കാരണം കണ്ട എല്ലാം കൂടെ ഇങ്ങോട്ട് നേരിച്ചു കളയുന്നതാണ്. ആ പെണ്ണിന് സിനിമാക്കാരെയൊക്കെ പരിചയം ഉണ്ടെന്ന് പറയുന്നത് നേരാണോ? എന്നൊക്കെയാ പറയുന്നത്. ആ, അവളെ ആളെങ്ങനാ? ഇവിടെ വന്നിറങ്ങിയ ഭയങ്കര ജാടയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങ് അടിച്ചൊതുക്കി. ആ, എന്തായാലും അവൾ ആളാകാൻ സമ്മതിക്കരുത്. എന്തായി സുലോചനെ, ഉദ്ഘാടനത്തിന് ആളിന്റെ കാര്യം നടപ്പുള്ളതാണോ? എവിടാ? ഞാൻ എല്ലാവരെയും വിളിച്ചു, പക്ഷെ ഈ ദിവസം അവർക്കാർക്കും ടൈമില്ലെന്നാ പറയുന്നത്. ഈശോ, അത് പറഞ്ഞാ പറ്റുകയില്ല. സിനിമാ താരം ഉദ്ഘാടനം ചെയ്യുന്നു നോട്ടീസ് അടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പൊ മലയാള സിനിമ നടിയെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒരു ഹിന്ദി സിനിമ നടിയെങ്കിലും കൊണ്ടുവരും. എന്നാ പിന്നെ അത് മതി. ഹിന്ദി നടിയെങ്കിൽ ഹിന്ദി നടി ഇല്ലയോ? മലയാളത്തിൽ കിട്ടുന്നില്ല, പിന്നെ ഹിന്ദി. ആ, അത് മതി, അത് മതി, അത് മതി, അത് മതി, അത് മതി.